കഴിഞ്ഞ 10 വർഷക്കാലമായി MLA എന്ന നിലയിൽ ഞാൻ ഒന്നും ചെയ്തില്ല എന്നൊക്കെ രാഷ്ട്രീയ വൈരാഗ്യത്തോടെ പ്രചരിപ്പിക്കുന്ന ചില കുബുദ്ധികളെയൊക്കെ ഞാൻ കാണാറുണ്ട്. അവരെയൊന്നും ഞാൻ പൊതുവെ പറഞ്ഞല്ലോ, അത്തരം ഇപ്പൊ നമുക്ക് പറയാം, ഉറങ്ങുന്നവരെ നമുക്ക് വിളിച്ചെഴുന്നേപ്പിക്കാം, ഉറക്കം നടിക്കുന്നവരെയൊന്നും ഒരിക്കലും നമുക്ക് എഴുന്നേപ്പിക്കാൻ കഴിയില്ല. അതുകൊണ്ട് അത്തരം ഒരു എന്താ പറയണ്ടേ, വെറുതെ ഒരു ജോലിക്ക് ഞാൻ നിൽക്കുന്നില്ല. അവരുറങ്ങിക്കോട്ടെ, നമുക്ക് അവർ സുഖമായിട്ട് ഉറങ്ങിക്കോട്ടെ. പക്ഷേ എനിക്കറിയാം, എന്റെ കായംകുളത്തോട് ഞാൻ 100% നീതി പുലർത്തിയിട്ടുണ്ടായിരുന്നു എന്ന് എനിക്കറിയാം. നിങ്ങൾ തന്നെ കാണാം, നമ്മുടെ പട്ടണം തൊട്ട് എടുത്തു നോക്കിയാൽ തല ഉയർത്തി നിൽക്കുന്ന കോടതി കെട്ടിടമാണെങ്കിലും സ്കൂൾ കെട്ടിടങ്ങളാണെങ്കിലും 25ഓളം സ്കൂൾ കെട്ടിടങ്ങൾ ഒരു MLA-യുടെ ഭരണപക്ഷത്തിരുന്ന MLA മാത്രമായി പ്രവർത്തിച്ച ഒരാൾക്ക് സ്വാഭാവികമായിട്ടും ഇപ്പൊ മിനിസ്റ്റേഴ്സ് ഒക്കെയാണ് ഇതിന്റെ ഇരട്ടി കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ MLA-മാർക്ക് അവരുടെ പരിധിയിൽ നിന്നുകൊണ്ട് അവരുടെ ഒരു വർക്കിന്റെ ടെക്നിക്കൊക്കെ ഉണ്ട്. എന്ന് വെച്ചാൽ എനിക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നല്ലോ. എന്റെ പാർട്ടി എന്നെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്ഷിപ്പിൽ 5 വർഷം ഇരുന്നതിന് ശേഷമാണല്ലോ എന്നെ MLA ആയിട്ട് ഇങ്ങോട്ട് മത്സരിക്കാനായിട്ട് വിടുന്നത്, സ്ഥാനാർത്ഥിയായിട്ട് MLA ആവാൻ വേണ്ടി മത്സരിക്കാൻ വിടുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും ആ ഒരു എക്സ്പീരിയൻസ് വെച്ച് തന്നെയാണ് ഞാൻ പ്രവർത്തിച്ചത്. ഞാൻ എപ്പോഴും പറയാറുള്ളതുപോലെ പുതിയ MLA-ക്ക് വളരെ സന്തോഷത്തോടെ മണ്ഡലത്തിലൂടെ സഞ്ചരിക്കാം. കാരണം എല്ലാ പ്രധാന റോഡുകളും ഞാൻ വൃത്തിയാക്കിയിട്ടുണ്ട്. ആ ഒരു ചലഞ്ച് ഇല്ല പുതിയതായിട്ട് വരുന്ന MLA-ക്ക്. ആ ഒരു ചലഞ്ച് ഇല്ല. നിങ്ങൾ നോക്കിയാൽ അറിയാം, കൂട്ടുംവാതുക്കൽ പാലം അവിടുന്ന് നേരെ കണ്ടല്ലൂർക്ക് ഇറങ്ങിയാൽ മനോഹരമായ റോഡാണ്. ആ റോഡിലൂടെ നമുക്ക് പുല്ലുകുളങ്ങര വരാം, ആറാട്ടുവഴിക്ക് പോകാം, ഏതെല്ലാം സഞ്ചാര മാർഗങ്ങൾ ഉപയോഗിക്കാം അതങ്ങോട്ടെല്ലാം പോകാം. മറ്റൊന്ന്, നമ്മുടെ ഷഹിദാർ പള്ളി നിങ്ങൾ കാണുന്നുണ്ടാവും. ഷഹിദാർ പള്ളി പുതിയിടം ടെക്സ്മോ റോഡ് എത്ര മനോഹരമായിട്ടാണ് ഞാൻ ചെയ്തിട്ടിരിക്കുന്നത്, നിങ്ങൾ കണ്ടു കാണും. ഒക്കെ വളരെ മോശമായിരുന്നു അതിന്റെയൊക്കെ സ്ഥിതി. പാർക്ക് ജംഗ്ഷൻ റോഡ് ചെയ്തുകൊണ്ടാണ് ഞാൻ തുടങ്ങിയത് MLA-യുടെ വർക്ക്. ഇപ്പൊ നമുക്കറിയാം, അവിടെ നമ്മുടെ ഞാൻ ഏറ്റവും ആഗ്രഹിച്ച് ചെയ്തൊരു വർക്കാണ് ടാക്സി ഓടിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ എപ്പോഴും എന്നെ കാണുമ്പോൾ പറയുമായിരുന്നു, അവരിയ്ക്കുന്ന ദുരിതം. അവരുടെ പ്രൈവറ്റ് ടാക്സി സ്റ്റാൻഡ് വളരെ മനോഹരമായി പണിത് കൊടുക്കാനായിട്ട് ഇപ്പൊ പരിശ്രമിച്ചിട്ടുണ്ട്. അതിന്റെ തൊട്ടപ്പുറത്ത് നോക്കിയാൽ ഒരു താലൂക്ക് ആശുപത്രിയിൽ ഏറ്റവും മികച്ച ലാബ് സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. അതിന്റെ തൊട്ടടുത്ത് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂള് കെട്ടിടം നിങ്ങൾ കാണുന്നുണ്ടാവും. അതിന്റെ തൊട്ടടുത്ത് തന്നെ ഹാബിറ്റാറ്റ് ചെയ്യുന്നതാണ് ഊണുമുറി. അത് കുറേയധികം പ്രതിസന്ധി ഉണ്ടായിരുന്നു, അത് ഏകദേശം പരിഹരിച്ചിട്ടുണ്ട്. ഈ ജൂൺ മുതൽ കുഞ്ഞുങ്ങൾക്ക് അവിടേക്ക് ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് അവിടേക്ക് ഇരിക്കാം. ഒരു മനോഹരമായ ഒരു ഊണുമുറി അവിടെ കെട്ടിയിട്ടുണ്ട്. ബഹുനില കെട്ടിടങ്ങൾ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിന് കൊടുത്തിട്ടുണ്ട്. ഒരുപക്ഷെ കേരളത്തിലെ തന്നെ ആദ്യത്തെ ഹൈടെക് ലാബ് എന്നൊരു സംവിധാനം വന്നപ്പോൾ കായംകുളം ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിനാണ് 25 ലക്ഷം രൂപ ചെലവഴിച്ച് നമ്മുടെ സംസ്ഥാന ഗവൺമെന്റിൽ നിന്ന് ലാബ് സംവിധാനം അവിടെ കൊടുത്തത്. ഗേൾസ് സ്കൂളായിരുന്നു കുറച്ച് പരിതാപകരമായ അവസ്ഥയുണ്ടായത്. നിങ്ങൾ ഇപ്പൊ ചെന്ന് നോക്കിയാൽ നിങ്ങൾക്കറിയാം, ഗേൾസ് സ്കൂളിൽ കെട്ടിടങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അഡീഷണൽ ഒരു ഫണ്ടും കൂടി അനുവദിപ്പിച്ചിട്ടാണ് ഞാനിപ്പോൾ ഇറങ്ങിയിട്ടുള്ളത്. മറ്റു സ്കൂളുകൾ നോക്കിയാൽ പത്തിയൂരാണെങ്കിൽ പുതിയ സ്കൂൾ കെട്ടിടങ്ങൾ ധാരാളം ചെയ്തിട്ടുണ്ട്. കണ്ടല്ലൂർ ചെയ്തിട്ടുണ്ട്, ദേവികുളങ്ങരയിൽ ചെയ്തിട്ടുണ്ട്, ചെട്ടികുളങ്ങരയിൽ ചെയ്തിട്ടുണ്ട്, ഭരണിക്കാവിൽ ചെയ്തിട്ടുണ്ട്, എല്ലായിടത്തും കൃഷ്ണപുരത്ത് ചെയ്തിട്ടുണ്ട്. ഇപ്പം കൃഷ്ണപുരത്ത് പുതിയ കെട്ടിടം വരാൻ പോവുകയാണ്. പട്ടണത്തെ സംബന്ധിച്ച് കൃഷ്ണപുരം ഗവൺമെന്റ് UP സ്കൂളാണെങ്കിലും തേവലപ്പുറം സ്കൂളാണെങ്കിലും ടൗൺ LP സ്കൂളാണെങ്കിലും ടൗൺ UP സ്കൂളാണെങ്കിലും ഇതെല്ലാം ടൗൺ LP സ്കൂള് UPS ഇപ്പൊ പണിതുകൊണ്ടിരിക്കുകയാണ്. ചോദിച്ച സ്കൂളുകൾക്കെല്ലാം സ്കൂൾ ബസ്സും കാര്യങ്ങളും എല്ലാം കൊടുത്തു. അപ്പോൾ ഇത് ഞാൻ പറയാൻ കാരണം, ഇതൊന്നും ഒരു അധര വ്യായാമമായിട്ട് നിങ്ങൾ കണക്കാക്കണ്ട. ചിലര് വരും ഇപ്പോൾ ആക്ഷേപിക്കാൻ വേണ്ടി. കാരണം ഈ ആക്ഷേപമൊന്നും ഇനി ഏക്കില്ല. കാരണം ഒരു തെരഞ്ഞെടുപ്പിന് ഒരു സ്ത്രീയെ പറയാവുന്നതിന്റെ മാക്സിമം ചിലർ, മുഖമില്ലാത്തവരും മുഖമുള്ളവരുമായിട്ടുള്ളവർ എനിക്കെതിരെ പറഞ്ഞിട്ടുണ്ട്. അനാവശ്യങ്ങളുടെ എല്ലാം ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ അതിനൊക്കെ ഉചിതമായ സമയത്ത് അതിന്റെയൊക്കെ മറുപടിയും കാര്യങ്ങളും ഒക്കെ വരും. ഇപ്പൊ അതിനുള്ള സമയമല്ലാത്തത് കൊണ്ടാണ്. അതൊക്കെ ഉചിതമായ സമയത്ത് ഈ പൊതുമണ്ഡലത്തിൽ തന്നെ നിന്നുകൊണ്ട് അതിനൊക്കെയുള്ള മറുപടി കൊടുക്കും. കാരണം ആ അറയ്ക്കുന്ന ഭാഷയിൽ, കേട്ടാൽ അറയ്ക്കുന്ന ഭാഷയിലാണ് എന്നെ പറ്റിയിട്ടുള്ള ചില കാര്യങ്ങൾ പറഞ്ഞത്. ഒരാളുടെ വ്യക്തി ജീവിതം, അവരുടെ കുടുംബ ജീവിതം ഒക്കെ ചർച്ച ചെയ്യണം. ഞാൻ കഴിഞ്ഞ ദിവസം ഓർത്തു, ഇവിടെ ഒരു വ്യക്തിഹത്യ ചെയ്യാൻ വേണ്ടി എന്തൊക്കെയാണ് ചെയ്യുന്നത്. ഞാൻ എന്റെ അമ്മയോടും സഹോദരനോടും ഒക്കെ ഇരുന്ന് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, തമിഴ്നാട്ടില് വിജയ് മുഖ്യമന്ത്രിയായി. അപ്രതീക്ഷിതമായ ഒരു നീക്കമായിരുന്നു വിജയുടെ. ആ വിജയെ തകർക്കാൻ വേണ്ടി ആ സമയത്ത് ഞാൻ കേട്ടൊരു വാർത്ത, വിജയ് കല്യാണം ഡിവോഴ്സായി. വിജയ് എന്നാണ് മുഖ്യമന്ത്രി, വിജയ് ഡിവോഴ്സായി. വിജയ് ഡിവോഴ്സായോ, വിജയ് പുതിയ കല്യാണം കഴിച്ചോ എന്നുള്ളത് നമുക്ക് തമിഴ്നാടിന്റെ പ്രശ്നമായിരുന്നില്ല. എന്നാൽ അനാവശ്യമായ കാര്യങ്ങൾ പറഞ്ഞാണ് എന്നെ വേട്ടയാടിയത് ഇവിടെ.
അത് പറഞ്ഞുകൊണ്ട് വീടാന്തരം കയറി എന്നെ പറ്റി അപവാദ പ്രചരണം നടത്തിയതും, എനിക്ക് വേണ്ടപ്പെട്ടവരുടെ വീട്ടിൽ കയറി എന്നെ പറ്റി അപവാദ പ്രചരണം നടത്തിയതും ഒക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ട്. ഒരു സ്ത്രീയെ പറ്റി വ്യക്തിഹത്യ നടത്താൻ ആർക്കും അവകാശമില്ല. അവരുടെ വ്യക്തി ജീവിതം അവരുടെ മാത്രമാണ്, മറ്റാരുടേതുമല്ല. അപ്പം ഞാൻ ഏറ്റവും കൂടുതൽ പിന്നെ എന്റെ മകനെ കുറിച്ച്, എന്റെ മകൻ, അതെല്ലാം വരുന്ന കാലങ്ങളിൽ ഞാൻ കൃത്യമായിട്ട് നിങ്ങളോട് അതിന്റെ എല്ലാ കാര്യങ്ങളും വിശദീകരിക്കും. എന്റെ മകൻ പൊളിറ്റിക്സിൽ ഇടപെടുന്ന ആളല്ല, നാളെ രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും ആവണമെന്ന് കരുതി ജീവിക്കുന്ന ആളല്ല, അമ്മയുടെ പാത പിന്തുടർന്ന് രാഷ്ട്രീയത്തിൽ നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളല്ല. അതൊരു സാധാരണ കുട്ടിയാണ്. അവനെ എന്തെല്ലാം പറഞ്ഞ് ആ കുഞ്ഞിനെ ഉപദ്രവിച്ചു. അതിന്റെ ശരിതെറ്റ് എന്താന്ന് പോലും അറിയാതെ ഓരോരുത്തരും പറയുകയാണ്. ചിലർ എന്നെ കാണുമ്പോ ചോദിക്കും, മോന് സുഖമാണോ എന്നൊക്കെ. വളരെ എന്നുവെച്ചാൽ അവര് ഈ വാർത്തകൾ കണ്ട് വേദനിച്ച് ചോദിക്കുന്നവരാണ്. അത്തരത്തിൽ ശരിയായ മാർഗത്തിലല്ല UDF കായംകുളത്ത് ജയിച്ചതെങ്കിലും ജയം തന്നെയാണ്. ആ ജയത്തെ അഭിനന്ദിക്കുന്നു. പക്ഷെ ആ ജയത്തിന്റെ കാരണമായ കാര്യങ്ങൾ ഇതായിരുന്നു എന്നുകൂടി ഞാൻ പറയുകയാണ്. ഒപ്പം ജനാധിപത്യത്തിൽ ഇത്തവണ വല്ലാത്ത രൂപത്തിൽ പണം ഇറങ്ങി ഒരു കളി കളിച്ചിട്ടുണ്ട്. ഞാൻ സിറ്റിംഗ് MLA ആയിരുന്നല്ലോ 10 വർഷം. എന്റെ കയ്യിൽ പ്രത്യേകിച്ച് പണമൊന്നുമില്ല. കാരണം ഒരു കറയും പുരളാത്തൊരു കൈയാണ് ഇത്. ഒരു കറയും പുരണ്ടിട്ടില്ല. ആ കൈകൾ ശുദ്ധം തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ അഴിമതിയുടെ പണം ഉണ്ടായിരുന്നില്ല. പണം തരാനും അധികം ആരും ഉണ്ടായിരുന്നില്ല. കൃത്യമായ എന്താ പറയണ്ടേ, ഇത്ര നോട്ടീസ് അടിച്ചു, ഇത്ര പോസ്റ്റ് അടിച്ചു, ഇത്ര അഭ്യർത്ഥന അടിച്ചു, ഇതെല്ലാം കൃത്യമാണ്. അതിനകത്തൊന്നും ഒരു വ്യാജ കണക്കുമില്ല. 500 ബോർഡുകൾ UDFും BJPയും വെക്കുമ്പോൾ അവിടെ 5 ബോർഡാണ് എനിക്ക് വെക്കാൻ കഴിഞ്ഞത്. എന്ന് വെച്ചാൽ സിറ്റിംഗ് MLA ആയിരുന്ന ഒരാളുടെ കയ്യിൽ പണം ഇല്ലായിരുന്നു എന്ന് നിങ്ങൾ കരുതുമ്പോൾ അവർ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്നു എന്ന് കാണണം. അവിടെയാണ് പരാജയപ്പെട്ടതിന് ശേഷവും ആക്രമിക്കുക, അപവാദം പറയുക ഒന്നും നിർത്തിയിട്ടില്ല. പക്ഷേ നിങ്ങൾ ഓർത്തുകൊള്ളുക, കായംകുളത്തിന് തൊട്ടടുത്തുള്ള മണ്ഡലങ്ങളെയൊക്കെ നിങ്ങൾ കമ്പയർ ചെയ്തോ. വേണമെങ്കിൽ ഞാൻ ചലഞ്ച് ചെയ്യാം, നിങ്ങൾ എൻ്റെ കൂടെ ഒരു യാത്ര വരൂ. തൊട്ടടുത്ത മണ്ഡലങ്ങളിലൂടെ പോകുമ്പോൾ ഞാൻ കാണിച്ചു തരാം നമ്മുടെ കായംകുളം എത്ര വ്യത്യസ്തമാണ്. ഇപ്പോഴും പുതിയ MLAയോട് പറയാനുള്ളത്, 15 കോടിയുടെ വർക്ക് ഓൺഗോയിങ് ആണ് ഇപ്പൊ കായംകുളത്ത്. നിങ്ങൾക്ക് അതും ബുദ്ധിമുട്ടില്ല. കാക്കനാട് റോഡും അതുപോലെ തന്നെ നിറയൽമുക്ക് റോഡും. കാക്കനാട് റോഡ് എന്താ ചെയ്യാൻ പറ്റാതിരിക്കുന്നതെന്ന് വെച്ചാൽ യുദ്ധാനന്തരം ഉണ്ടായിട്ടുള്ള ബിറ്റുമിന്റെ റേറ്റ് വർധനവ്. അതുകൊണ്ട് ആ റേറ്റ് ഇപ്പം പുതിയ ഗവൺമെന്റ് വന്ന് ആ റേറ്റ് ഫിക്സ് ചെയ്ത് കൊടുക്കും. ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ആ വർക്ക് ചെയ്യാനാകും എന്നാണ് എന്റെ പ്രതീക്ഷ. ഒപ്പം കൃഷ്ണപുരത്ത് എനിക്കെതിരെ ഒരു വലിയ ക്യാമ്പയിൻ നടത്തിയത് ആ റോഡെല്ലാം പൊളിച്ചിട്ടിരിക്കുന്നു. റോഡ് പൊളിച്ചിട്ടത് റോഡ് നന്നാക്കാൻ വേണ്ടിയായിരുന്നു. പൊളിഞ്ഞു കിടന്ന റോഡാണ് പൊളിച്ചിട്ടത്. ആ റോഡുകളൊക്കെ തന്നെ NSS കാരവള്ളിമുക്ക് കരയോഗം എല്ലാം ഭംഗിയായിട്ട് വരുന്ന സമയത്ത് 40 mm റോഡുകളുണ്ട്, BMBC റോഡുകളുണ്ട്. അപ്പൊ ഇനി പുതിയതായിട്ട് വരുന്ന MLAക്ക് റോഡുകൾ ചെയ്യാനായിട്ട് ഒരു 10-20% മാത്രമേ ഉള്ളൂ. 100 റോഡ് എടുത്താൽ ഒരു പഞ്ചായത്തിൽ ഇനി കേവലം 10 റോഡ് വല്ലതും കാണും. ചെയ്യാനായിട്ട് വളരെ ഈസി ആയിട്ട് വർക്ക് ചെയ്യാം. ഒപ്പം പുതിയ MLAക്ക് സന്തോഷത്തോടെ സഞ്ചരിക്കാം എല്ലായിടങ്ങളിലും. അതുപോലെ പത്തിയൂർ സ്കൂൾ കെട്ടിടം ഞാൻ കൊണ്ടുവന്നതാണ്. അതിന്റെ ഗ്രൗണ്ട് കോൺക്രീറ്റിംഗ് ഇന്നലെ കഴിഞ്ഞു എന്ന് പറഞ്ഞു. KSRTC ഞാൻ കൊണ്ടുവന്നതാണ്. എന്റെ ഗവൺമെന്റ് എനിക്ക് തന്ന ഫണ്ടാണ്. അതിന്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നു. മാമ്പ്രക്കന്നെ ROB ഞാൻ കൊണ്ടുവന്നതാണ്. എന്റെ ഗവൺമെന്റ് തന്നതാണ്. കിഫ്ബിയാണ് ഫണ്ട്. 36 കോടിയാണ്. സ്ഥലമെടുക്കാൻ 10 കോടി കൊടുത്തു കഴിഞ്ഞു. അത് പറഞ്ഞിട്ടും എന്നെ നിങ്ങൾ ആക്ഷേപിച്ചിട്ടുണ്ട് പലരും. ഇതെല്ലാം കൊണ്ടുവന്നതാണ്. ഞാൻ പറഞ്ഞല്ലോ, കോടതിയാവട്ടെ, തിയേറ്റർ എടുത്ത കോൺട്രാക്ടർ അതൊരു കുറച്ച് ദാരിദ്ര്യം ആയിപ്പോയി അയാൾക്ക്. അതാണ് ആ കോൺട്രാക്ടർക്ക് അത് പൂർത്തിയാക്കാൻ കഴിയുന്നത്. എനിക്ക് തോന്നുന്നു തീർച്ചയായിട്ടും പുതിയ ഗവൺമെന്റ് കാലഘട്ടത്തിൽ അതൊക്കെ പൂർത്തിയാക്കാൻ വേണ്ടി അവർക്ക് കഴിയട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്, ആശംസിക്കുകയാണ്. ഇനിയിപ്പോ കോൺട്രാക്ടർ മാറ്റാം, അയാളെ ടെർമിനേറ്റ് ചെയ്ത് പുതിയ കോൺട്രാക്ടർ വെച്ചുകൊണ്ട് ആ തിയേറ്റർ പൂർത്തീകരിക്കണം. പക്ഷേ തീർച്ചയായിട്ടും നിങ്ങൾക്കറിയാം, ആ തിയേറ്റർ എന്റെ കയ്യൊപ്പ് പതിഞ്ഞ തിയേറ്റർ തന്നെയാണ്. അങ്ങനെ നഗരത്തിൽ, ഗ്രാമങ്ങളിൽ ധാരാളം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ചെയ്ത് പൂർത്തിയാക്കിയിട്ടുണ്ട്, ഓൺഗോയിങ് ഉണ്ട്. എന്നിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ UDFന്റെ സ്ഥാനാർത്ഥി കരഞ്ഞുകൊണ്ട് വോട്ട് ചോദിച്ചതൊക്കെ നമുക്കറിയാം. ആയിരുന്ന സമയത്ത് അദ്ദേഹം കരഞ്ഞുകൊണ്ട് വോട്ട് ചോദിച്ചത് എനിക്കൊരു അവസരം കായംകുളംകാർ തരണേ എന്നാണ്. എന്നോട് കോൺഗ്രസിൽ പലരും പറഞ്ഞിട്ടുണ്ട്, ആ കരച്ചിലാണ് ഏറ്റവും കൂടുതൽ ഏറ്റത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ കരഞ്ഞതിനെ എന്നെ നിങ്ങൾ കളിയാക്കി. ഞാൻ കരഞ്ഞത് വോട്ടിന് വേണ്ടി ആയിരുന്നില്ല. ലീഗിന്റെ നേതാവ് എന്ന് പറയപ്പെടുന്ന ഒരാൾ ഒരുപാട് അനാവശ്യം വൃത്തികേട് പറഞ്ഞ സമയത്ത് മാധ്യമങ്ങൾ തുടർച്ചയായി ചോദ്യം ചോദിച്ചപ്പോൾ ഉണ്ടായ ഒരു സ്ലിപ്പ് മാത്രമാണ്. അല്ല, വോട്ടിന് വേണ്ടി ഞാൻ കരഞ്ഞിട്ടുമില്ല. അങ്ങനെ കരഞ്ഞല്ല വോട്ട് വാങ്ങേണ്ടത് എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. എന്തായാലും ശരി,
ഏത് മാർഗത്തിലൂടെയാണെങ്കിലും ജയം ജയം തന്നെയാണ്. ആ ജയത്തെ അംഗീകരിക്കുന്നു. ഏറ്റവും ഭംഗിയായിട്ട് എന്റെ കായംകുളത്തെ ഒരു 10-60,000 ജനം എന്നെ ഹൃദയത്തോട് ചേർത്ത് വെച്ചവരുണ്ട്. അവരോടൊക്കെ അങ്ങേയറ്റം നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്. എന്തായാലും നമ്മുടെ കായംകുളത്തിന് വർഷങ്ങൾക്ക് ശേഷം ഒരു മന്ത്രിയെ കിട്ടിയിട്ടുണ്ട്. ആ മന്ത്രിക്ക് MLA ചെയ്തതിന്റെ ഇരട്ടി കാര്യങ്ങൾ മണ്ഡലത്തിൽ ചെയ്യാൻ കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഞാൻ ചെയ്തു വെച്ചത് പൂർത്തീകരിക്കാന്നുള്ളതല്ല, പുതിയത് ചെയ്യാനാണ് പുതിയ MLA ശ്രമിക്കേണ്ടത്. അതോടൊപ്പം തന്നെ നാട്ടിലെ പുതിയ തലമുറയ്ക്ക് വഴി കാണിക്കാൻ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ വകുപ്പിന് കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. എല്ലാ ഹൃദയം നിറഞ്ഞ ആശംസകളും നേരുന്നു.